ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. വരവ് കൊണ്ടൊരു ഉപ്പുമാവ്. വരകിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഷുഗർ പേഷ്യൻസിന് ഇത് വളരെ നല്ലതാണ്. കൂടാതെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഇത് ഉപകരിക്കും. വരവ് കൊണ്ട് ഒത്തിരി റെസിപ്പീസ് തയ്യാറാക്കാവുന്നതാണ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വരവ് കൊണ്ടൊരു ഉപ്പുമാവാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. വരക് 1 കപ്പ്. നമുക്ക് വരക് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് കുതിർത്താൻ വയ്ക്കാം. അതിനായി ഞാൻ വരക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് 1/2 കപ്പ്, ഉള്ളി ചെറുതായി അരിഞ്ഞത് 1/2 കപ്പ്, ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 3 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ കടുക്, ഒരു 3 തണ്ട് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വരക് ഉപ്പുമാവിനായി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒപ്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒപ്പം പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇഷ്ടമുള്ളവർ കുറച്ച് ഇഞ്ചി കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നന്നായി വഴച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് നേരം വഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് വരകാണ് എടുത്തത്. അതുകൊണ്ട് നമ്മൾ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായി തിളച്ച് വരണം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വരക് ഇട്ട് കൊടുക്കാം. ഇത് കുതിർത്തിയ വരകാണ്. ഇനി നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. വരക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളം ടൈം എടുക്കും ഇത് വെന്ത് വരാൻ. ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കോഡോ മില്ലറ്റ് ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്.